السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. തൻബീഹു ദവിൽ അഫ്ആം എന്ന പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇബ്രാഹിം ആലു ഷെയ്ഖ് ഹഫിളഹുല്ല അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, മാ മൗഖിഫുൽ മുസ്ലിം മിൻ അഖ്താഇ ബഅലി ദുആത്ത്. ചില പ്രബോധകന്മാർക്ക് ചില തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, അതിലെന്താണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട്? പ്രബോധകന്മാർക്ക് സംഭവിക്കുന്ന തെറ്റിൽ ഒരു മുസ്ലിം എന്ത് നിലപാട് സ്വീകരിക്കണം? അതിൽ ഷെയ്ഖ് ആദ്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, യുവാക്കൾ എന്ത് ചെയ്യണം? ഈ കാര്യം ഒഴിവാക്കണം. ആർക്ക്? അഹ്ലുൽ ഇൽമിന്, അറിവുള്ള ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ്. അൽ അഹ്സൻ അൻ യുത്രക ഹാദൽ അംറു ലി അഹ്ലിൽ ഇൽമി. അറിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം? ഇത് ഒഴിവാക്കി കൊടുക്കണം. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ വിപരീതമാണ്. അഹ്ലുൽ ഇൽമി എന്ത് ചെയ്യൂല? ഒന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ യുവാക്കൾ എന്ത് ചെയ്യും? ഈ വിഷയത്തിൽ കയറി സംസാരിക്കാറാണ് പതിവ്. അത് ചെയ്യരുത് എന്നാണ് ഇബ്രാഹിം ആലു ഷെയ്ഖ് ഹഫിളഹുല്ല പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തേത്, നമ്മുടെ സമയം ചെലവഴിക്കുന്നത് അധികവും എന്തിനാകരുത്? ഇങ്ങനെ മറുപടി കൊടുക്കാനും അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേറെ മറുപടി ഉണ്ടാക്കുക എന്നതിൽ നമ്മുടെ സമയം എന്ത് ചെയ്യരുത്? ചെലവഴിക്കരുത്. മൂന്നാമതായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ കോട്ടിങ്സ് അദ്ദേഹം കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തിന് എന്ത് സംഭവിക്കും? ഹൃദയത്തിന് രോഗങ്ങൾ ബാധിക്കും. അപ്പോൾ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സഞ്ചാരത്തിന് സാധ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? മുള്ളും കല്ലും അതൊന്നും തട്ടാതെ എന്ത് ചെയ്യണം? പോകണം. പക്ഷേ ഈ റദ്ദും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിങ്ങനെ തട്ടിത്തടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പോക്കിന് എന്ത് ചെയ്യും? വേഗത കുറയ്ക്കുന്നതാണ്. അള്ളാഹുവിലേക്കുള്ള പോക്കിന് വേഗത കുറയ്ക്കും. ലിഹാദ തജിദു ഫി സീറത്തി അഹ്ലിൽ ഇൽമി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല തൻ്റെ മദാരിജിൽ പറയാം, മദാരിജുസ് സാലിക്കീൻ. അതുകൊണ്ട് തന്നെ നിനക്ക് അഹ്ലുൽ ഇൽമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ നിനക്ക് കാണാൻ സാധിക്കും, അന്ന ഹജ്മ ബയാനിഹിം ലിദ്ദീനി അൽആഫ ഹജ്മിർ റുദൂദ്. മറുപടി കൊടുത്തതിനേക്കാളും എത്രയോ അധികമാണ് സത്യം എന്ത് ചെയ്തത്? വിവരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഹക്ക് വിവരിച്ച പുസ്തകങ്ങളാണ് ഒരുപാടുള്ളത്. വിഷയങ്ങൾ ചർച്ച ചെയ്യുക, ആ വിഷയങ്ങൾ പഠിപ്പിക്കുക, ആ വിഷയങ്ങളിൽ പഠനം നടത്തുക, അത് ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുക. മറുപടികൾ എടുത്തു കഴിഞ്ഞാലോ വളരെ തുച്ഛമായിരിക്കും. 1-2 പുസ്തകങ്ങളൊക്കെ മറുപടി എന്ന നിലക്ക് പുസ്തകം ഉണ്ടാവുള്ളൂ. അതല്ലാത്തതൊക്കെ ദീന് വിവരിക്കപ്പെട്ട കാര്യങ്ങളാണ്. കാരണം റുദൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിന് എന്തുണ്ടാക്കും? രോഗമുണ്ടാക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം ആലു ഷെയ്ഖ് ഹഫിളഹുല്ല പറയാൻ, സലഫി ഉലമാക്കളുടെ അവസ്ഥ പരിഗണിച്ചാലും ഇതേപോലെ ആയിരിക്കുന്നതാണ്. അവരും അവരുടെ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്, നിലവിലുണ്ട്. അച്ചടിക്കപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് ഷറഹുകളാണ്, ഒരുപാട് പുസ്തകത്തിൻ്റെ ഷറഹുകൾ. എന്നാൽ മറുപടികളോ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ഒരു മറുപടിയുടെ പുസ്തകം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കാണാൻ പറ്റില്ല. ഒരു മറുപടിയുടെ പുസ്തകം പോലും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് അറിവ് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക എന്ന വിഷയത്തിലാണ്. മറുപടി കൊടുക്കേണ്ട ആളുകൾ എന്ത് ചെയ്യും? മറുപടി കൊടുക്കും. അതിൽ നമ്മൾ ശുഗലിലാകരുത്. അടുത്തതായി പറഞ്ഞു വെക്കുന്നത്, നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും പാലിക്കേണ്ട ഒരടിസ്ഥാനമാണ്. അതിലൊന്നാമത്തേത് അങ്ങേയറ്റത്തെ നസീഹത്ത് ഉണ്ടാകണം. രണ്ടാമത്തേത് പറഞ്ഞു വെക്കുന്നത് അവസ്ഥകൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ. എന്നിട്ട് അടുത്തത് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലയുടെ വാചകം കൊടുക്കാൻ. അതിൽ പറഞ്ഞു വെക്കുന്നത്, അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല പറയാൻ, നമുക്ക് വേദന ഉണ്ടാക്കുന്ന വിഷയമാണ് ഇന്ന് അഹ്ലുസുന്നയുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും മറുപടികളുമെല്ലാം. അതുകൊണ്ട് പരസ്പരം എന്ത് ചെയ്യണം? പരസ്പരം ഐക്യത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, നമ്മുടെ സമയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടത് ആർക്കെതിരെയാണ്? ഇസ്ലാമിനെതിരെ ശത്രുത വെച്ച് പുലർത്തുന്ന കുഫാറുകൾക്കെതിരെയും അഹ്ലുൽ ബിദ്അനെതിരെയുമാണ് നമ്മൾ പോരാടേണ്ടത്. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. എന്നാൽ ഇന്ന് നടക്കുന്നതോ? സലഫികൾക്കിടയിൽ നടക്കുന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരു ചാനൽ ഉണ്ടാകും. അഹ്ലുൽ ബിദ്അന് നടക്കുന്ന അവർക്കെതിരെ മറുപടിക്ക് ഒരു ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചാലോ അതുണ്ടാവില്ല. അപ്പം അത് വഞ്ചിക്കപ്പെട്ടതാണ്, പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് റബീഅ് ബിൻ ഹാദി അൽ മദ്ഖലി ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ എടുത്തു കൊടുക്കാൻ. അതിൽ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്,
സലഫി മനഹജിൽ നിന്നുള്ള ആളുകൾ പരസ്പരം മറുപടി കൊടുക്കുമ്പോഴേക്ക് എന്തുണ്ടാകാൻ പാടില്ല? കാഠിന്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അലൈക്കും ബിർ റിഫ്ഖ്, അലൈക്കും ബിൽ ലീൻ, അലൈക്കും ബിത്തആഖി, അലൈക്കും ബിത്തറാഹും. നിങ്ങൾ പരസ്പരം കാരുണ്യത്തെ മുറുകെ പിടിക്കണം, സാഹോദര്യത്തെ മുറുകെ പിടിക്കണം, പരസ്പരം ലീൻ ഉണ്ടാകണം, ലോലത ഉണ്ടാകണം, റിഫ്ഖ് ഉണ്ടാകണം, ഒരു സൗമ്യത പാലിക്കണം. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത് മുമ്പ് പറഞ്ഞ അതേ വാചകൻ. അതായത് ചില ആൾക്കാരെന്ത് ചെയ്തു? അവർ അഹ്ലുൽ ബിദ്അനെ ഒഴിവാക്കി. എന്നിട്ട് അഹ്ലു സുന്നക്ക് എന്ത് ചെയ്യുക? മറുപടി കൊടുക്കുക. ആ മറുപടി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ കാഠിന്യം നിറഞ്ഞ മറുപടിയാണ്. ഇവരെന്താ ചെയ്യുന്നത്? സത്യത്തിൽ വയുഹുലിക്കു അദ്ദഅവത സലഫിയ്യ, സലഫി പ്രബോധനത്തെ നശിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് ഷെയ്ഖ് പറയുന്നത്. ഈ മറുപടി കൊടുക്കുന്ന ആളുകൾ സലഫി പ്രബോധനത്തെ നശിപ്പിക്കുകയാണ്. വയുഹുലിക്കു അഹ്ലഹ, സലഫി ആ സലഫിയത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി തെറ്റ് സംഭവിച്ചാൽ തന്നെ എന്താണ് ചെയ്യേണ്ടത്? വലാകിൻ നുആലിജുഹു ബിൽ ലുത്ഫി വൽ ഹിക്മ, അങ്ങേയറ്റത്തെ ഹിക്മത്തോടുകൂടി ലോലതയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? അത് കൈകാര്യം ചെയ്യണം. നല്ല സ്വഭാവം അവിടെ പാലിക്കണം, നല്ല പ്രബോധന രീതി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഷെയ്ഖ് പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്നുള്ളത് ഈ ഉലമാക്കൾക്കെതിരെ മറുപടി പറയുക, ഉലമാക്കളുടെ സ്ഥാനം അതിനെ കുറച്ച് കാണുക, അതിനെ ഇകഴ്ത്തുക, ഇതൊക്കെ ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ അജണ്ടയിൽപ്പെട്ടതാണ് എന്നാണ്. അൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന സംഘടനയുടെ, പിഴച്ച സംഘടനയുടെ ആശയത്തിൽപ്പെട്ടതാണ് ഇത്തരം ഉലമാക്കളുടെ സ്ഥാനത്തെ ചെറുതാക്കി കാണുക. ഫഇന്ന അഹ്ലൽ ബിദ്അഇ മിൻ അസ്ലിഹതിഹിം അൻ യബ്ദഉ ബി ഇസ്ഖാത്തിൽ ഉലമ, അവരുടെ ആയുധത്തിൽപ്പെട്ടതാണ് ഉലമാക്കൾ എന്ത് ചെയ്യും? അവരോരോന്നായിട്ട് തഴം താഴ്ത്തിക്കളഞ്ഞ് അവരുടെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തി അവരെന്ത് ചെയ്യും? സമൂഹത്തിൽ നിന്ന് പുറത്താക്കും. ഇത് ആരുടെ അജണ്ടയാണ്? സലഫിയത്തിൻ്റെ അജണ്ട അല്ല, മറിച്ച് ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ അജണ്ടയാണ്. എന്നിട്ട് പറയാം ബൽഹിയ ത്വരീഖത്തുൻ യഹൂദിയത്തുൻ മാസൂനിയ, യഹൂദികളുടെ ത്വരീഖത്താണ്, യഹൂദികളുടെ വഴിയാണ്. അതോടൊപ്പം തന്നെ മാസൂനിയ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ അജണ്ടയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അത്തരത്തിൽ ഉലമാക്കളുടെ സ്ഥാനം താഴ്ത്തിക്കളയുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതെന്താണ്? ഇത് സലഫിയത്തല്ല, മറിച്ചത് ഇഖ്വാനിയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഷെയ്ഖ് പറയാൻ അന ആരിഫ് അന്നക്കും ലസ്തു മഅസൂമീൻ വലൈസൽ ഉലമാഉ ബിമഅസൂമീൻ, എനിക്കറിയാം നിങ്ങളെന്തല്ല തെറ്റുകളൊന്നും സംഭവിക്കാത്ത ആളുകളല്ല, ഉലമാക്കൾക്കും എന്ത് ചെയ്യും? തെറ്റുകൾ സംഭവിക്കും. എന്നാൽ സലഫി മനഹജിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താ? അവർ സലഫികൾ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ചെയ്യേണ്ടത്. പരസ്പരം സ്നേഹിക്കണം, ഹിസ്ബുകളെ വെറുക്കണം, ഓരോ ടീമായി മാറാന്നുള്ളതിനെ സലഫികൾ വെറുക്കണം. അതോടൊപ്പം തന്നെ ബിദ്അത്തിനെയാണ് വെറുക്കേണ്ടത്, ബിദ്അത്തിൻ്റെ അഹ്ലുകാരെയും എന്ത് ചെയ്യണം? അവർ വെറുക്കണം. അതല്ലാതെ സലഫികൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആ പ്രശ്നങ്ങളിൽ സന്തോഷം കൊള്ളുക, ഇതൊന്നും എന്തല്ല, ശരിയായ നിലപാടല്ല. എന്നിട്ട് ഷെയ്ഖ് അടുത്തതായി പറഞ്ഞു വെക്കുന്നത് ബിദ്അത്തിൽ അകപ്പെട്ടവരെല്ലാം എന്തല്ല? ബിദ്അഇകളല്ല. ഇപ്പോൾ സലഫി ലോകത്ത് തന്നെ എന്തെങ്കിലും ഒരു ബിദ്അത്തിൽ ആരെങ്കിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റൂല? ഓൻ ബിദ്അഇയാണെന്ന് പറയാൻ പറ്റൂല എന്നാണ്. ഇത് അടിസ്ഥാന കാര്യമാണ്. അതായത് ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ തന്നെ അത് ഏത് ബിദ്അത്താണ്, എങ്ങനെയുള്ള ബിദ്അത്താണ് എന്നൊക്കെ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബിദ്അത്തിൽ അകപ്പെട്ടു എന്നത് എന്തല്ല? ബിദ്അഇയാകാനുള്ള മാനദണ്ഡമല്ല എന്ന് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ വാചകം എടുത്തു കൊടുക്കാൻ ഇന്നഹു കസീറും മിൻ അഇമ്മത്തി സലഫി വൽ ഖലഫ്, കഴിഞ്ഞു പോയ ഒരുപാട് ഉലമാക്കൾ വഖഅ ഫിൽ ബിദ്അത്തി മിൻ ഹൈതു ലാ യശ്ഉർ, അവർ വിചാരിക്കാത്ത രൂപത്തിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ബിദ്അത്തിൽ അവർ ചെന്ന് പതിച്ചിട്ടുണ്ട്. ഇമ്മ ലി അന്നഹു യഅ്തമദ ഹദീസൻ ളഈഫൻ, ഒന്നുകിൽ ളഈഫായ ഹദീസ് എന്ത് ചെയ്തതായിരിക്കാം? അവലംബിച്ചതായിരിക്കാം. ഔ ഫഹിമ മിനൻ നസ്സി ഗൈറു മുറാദില്ലാഹി വ മുറാദു റസൂലിഹി ഔ ലിജ്തിഹാദിൻ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റേതോ റസൂലിൻ്റേതോ ആയ നസ്സിൽ നിന്ന് മനസ്സിലാക്കിയതിൽ കുഴപ്പം സംഭവിച്ചതായിരിക്കാം, തെറ്റ് സംഭവിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ ഇജ്തിഹാദിൽ പെട്ടുപോയിട്ട് എന്ത് ചെയ്തായിരിക്കാം? തെറ്റ് സംഭവിച്ചതായിരിക്കാം, പിഴവ് സംഭവിച്ചതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യരുത്? നമ്മൾ ബിദ്അത്തുണ്ടായി എന്നതിൻ്റെ പേരിൽ ബിദ്അഇയാക്കാൻ നമുക്ക് വകുപ്പില്ല. കാരണം ഒരുപാട് ഉലമാക്കൾ അത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബിദ്അത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നത്. എന്നിട്ട് അവിടെ തന്നെ ഷെയ്ഖ് പറയുന്നത്, റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി പറയുന്നത് ഫഇദാ അറഫ്നാ സലാമത്തൽ മൻഹജി വസലാമത്തൽ ഖസ്ദി വൽ ബുഅദ അനിൽ ഹവ വതഹറി അൽ ഹഖ് ഇദാ ഉരിഫ ഹാദാ അൻഹു സുമ്മ വഖഅ ഫീ ബിദ്അത്തിൻ ലാ യുബദ്ദഅ, ഒരു പണ്ഡിതന് തെറ്റ് സംഭവിച്ചു, എന്നാൽ ആ പണ്ഡിതൻ സത്യം മനസ്സിലാക്കാൻ അങ്ങേയറ്റം താല്പര്യമുള്ള ആളാണ്, സലഫി മനഹജിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്.
അതിനെതിരെ വരുന്ന വിമർശനങ്ങളെ തടയുന്ന വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് തെറ്റ് സംഭവിച്ചത് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? തബ്ദീഅ് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് പറയുന്നത് വകസീറു മിനന്നാസി വഖഉ ഫി അഖ്താ മാ സമ്മൂഹും ബിദ്അ മുബ്തദിഅ ലിഅന്നഹും അറഫു സലാമത ഖസ്ദിഹിം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ബിദ്അത്തിൽ ആവദിച്ചപ്പോൾ തന്നെ അവരെ തബ്ദീഅ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? കാരണം ഒരുപാട് സേവനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉമ്മത്തിന് ചെയ്തിട്ടുണ്ട്. അവരുടെ മറ്റു സേവനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സലഫി മൻഹജിനെ സഹായിക്കുന്ന സേവനങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? തബ്ദീഅ് ചെയ്യാൻ പറ്റൂല. തബ്ദീഅ് ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിദ്അത്ത് സംഭവിച്ചു എന്നതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂല, ഒരാൾ മുബ്തദി ആണ് എന്ന് പറയാൻ പറ്റൂല. മറിച്ച് ആ ബിദ്അത്ത് ഏത് രൂപത്തിലുള്ളതാണ്, ആ ബിദ്അത്തുണ്ടായ വ്യക്തി, ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. അടുത്തത് ഷെയ്ഖ് കൊടുക്കുന്ന വാചകം ഉബൈദ് ബിൻ അബ്ദില്ല അൽ ജാബിരി ഹഫിളഹുല്ലാ, അദ്ദേഹത്തിൻ്റെ വാചകം. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഫഇന്നഹും യൻളുറൂന ഇലൽ മുഖാലഫതി വ ഇലൽ മുഖാലിഫ്. മുഖാലഫത്തിലേക്കും നോക്കണം, മുഖാലിഫിലേക്കും നോക്കണം എന്നാണ്. തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിലേക്കും നോക്കണം. തെറ്റ് ആരിൽ നിന്നാണോ സംഭവിച്ചത് അതിലേക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ആ തെറ്റ് എങ്ങനെയുള്ള തെറ്റായിരിക്കണം? ഇജ്തിഹാദിന്, ഗവേഷണത്തിന് വകയില്ലാത്ത വിധം ഉസൂലിയായ തെറ്റാവുക. അതാണ് ഒന്ന്. അങ്ങനെയുള്ള തെറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകും. കാരണം ഉമ്മത്തിൻ്റെ ഐക്യകണ്ഠേനയുള്ള ഇജ്മാ ഉള്ള മസ്അലയായിരിക്കും, അതിലായിരിക്കും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയത്തിലാണ് തെറ്റ് എങ്കിൽ എന്ത് ചെയ്യും, പുറത്തു പോകും. ഇനി അതല്ല, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണോ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ നോക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള വിഷയമാണത്? അഭിപ്രായ വ്യത്യാസമുള്ളതാണോ, അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണോ? അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ളതാണോ, സാധ്യത ഇല്ലാത്തതാണോ? ഇജ്മാ ഉള്ളതാണെങ്കിലോ, പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ച കാര്യമാണെങ്കിൽ അവിടെ എന്തില്ല, അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയില്ല. അങ്ങനെ ഒരു മസ്അലയിൽ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബിദ്അത്തിൻ്റെ അഹ്ലുകാരിൽ അവർ ഉൾപ്പെടും. ഇനി അങ്ങനെയുള്ള മസ്അല അല്ല, അഭിപ്രായ വ്യത്യാസത്തിന് എന്തുണ്ട്, സാധ്യത ഉണ്ട്, അങ്ങനെയുള്ള മസ്അല ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, പുറത്താക്കാൻ നമുക്ക് വകുപ്പില്ല. അതോടൊപ്പം തന്നെ ഷെയ്ഖ് പറയാൻ, നമ്മൾ പറഞ്ഞു ഇതിപ്പോൾ തെറ്റിൻ്റെ അവസ്ഥയാണ്. ഇനി തെറ്റ് സംഭവിച്ചത് ആരിലാണ്, അല്ലേ? അവർക്കും എന്തുണ്ട്, രണ്ടവസ്ഥകളുണ്ട്. ഒന്നാമത്തെ അവസ്ഥ സ്വാഹിബു സുന്നയാണ്, സുന്നത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത് ഫഹാദാ ലാ യുതാബിഉ അലാ സല്ലതിഹി, അവൻ്റെ തെറ്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ചുഴിന്ന് അന്വേഷിക്കാൻ പാടില്ല. വതുഹ്ഫളു കറാമതുഹു, അവൻ്റെ ആദരവ് എന്ത് ചെയ്യണം, അവനുള്ള സമൂഹത്തിലുള്ള ആദരവ് അത് സംരക്ഷിക്കപ്പെടണം. വഇൻ കുന്നാ റദദ്നാ മുഖാലഫതഹു ഫഇന്നാ നതഅദ്ദബു മഅഹു, ഇനി മറുപടി കൊടുത്താൽ തന്നെ അങ്ങേയറ്റത്തെ അദബ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വലാ നുശന്നിഉ അലൈഹി, അദ്ദേഹത്തെ മോശമാക്കി സംസാരിക്കരുത്. എങ്ങനെ? കമാ നുശന്നിഉ അലൽ മുബ്തദിഅ അൽദുല്ലാൽ, വഴിപിഴച്ച മുബ്തദിഈങ്ങളോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല, ഇദ്ദേഹത്തോട് പെരുമാറാൻ പാടില്ല, ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? അള്ളാഹു അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ ആദരിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ പണ്ഡിതനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ആ രൂപത്തിൽ മറുപടി കൊടുക്കാൻ പറ്റൂല എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടെ ഷെയ്ഖ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം, ആ തെറ്റിലേക്കും നോക്കണം. തെറ്റ് രണ്ട് വിധത്തിലുണ്ട്. വ്യക്തികളിലേക്കും എന്ത് ചെയ്യണം, നോക്കണം. വ്യക്തിയും രണ്ട് രൂപത്തിലാണ്. ഒന്ന് സുന്നത്തിൻ്റെ ആളായിരിക്കും, മറ്റൊന്നോ സുന്നത്തിൻ്റെ ആളല്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരിട്ട് മറുപടി കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് അടുത്തത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലയുടെ ഉദ്ധരണി എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ല നമുക്കറിയാം, നല്ല ദീർഘവീക്ഷണമുള്ള പണ്ഡിതനാണ്. പല വിഷയത്തിലും നിലപാടുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടുത്തും. വളരെ കൃത്യമായി കീറിമുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയുന്ന പണ്ഡിതനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു വെക്കുകയാണ്, ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയമാണ്. ഷെയ്ഖ് പറയുന്ന ഒന്നാമത്തെ കാര്യം, ലാ ശക്ക അന്നൽ ഇൽമ യുഖദു മിനൽ അകാബിർ, അറിവ് സ്വീകരിക്കേണ്ടത് ആരിൽ നിന്നാണ്, അകാബിറിൽ നിന്നാണ്, വലിയ ആളുകളിൽ നിന്നാണ്. വ അന്നഹു ലാ ബുദ്ദ മിന തസ്കിയ, തസ്കിയത്തും ആവശ്യമാണ്. വെറുതെ എന്ത് ചെയ്യാൻ പറ്റൂല, അറിവ് സ്വീകരിക്കാൻ പറ്റൂല. ആ അറിവ് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണം, തസ്കിയത്ത് വേണം. തസ്കിയത്ത് വേണം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ഉദ്ദേശം എന്നുള്ളത് എന്ത് ചെയ്യും, നമ്മൾ പറയും. അപ്പോൾ എന്താണ് അക്കാബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കേൾക്കുന്ന വിഷയമാണ് എന്ത്, ഈ അക്കാബിറിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം. അപ്പോൾ എന്താണ് അക്കാബിർ? ഷെയ്ഖ് പറയാണ്, മൻ കബ്ബറഹും ഇൽമുഹും. അക്കാബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽമുള്ള ആളുകൾ എന്നാണ്.
അക്കാബിർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇൽമ് എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ വലിപ്പത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വഉരിഫു ബിൽ ഇൽമ് കൊണ്ട് അവൻ അറിയപ്പെട്ടിട്ടുണ്ട്. വലൗ സഗുറ സിന്നുഹും, വയസ്സ് ചെറുതാണെങ്കിലും അറിവ് കൊണ്ട് അറിയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഓൻ ആരാണ്? അക്കാബിറാണ്. വലൗ കാനു ഷബാബൻ, ഇനു യുവാവായാലും ശരി. ഫഹുനാക അക്കാബിറു മിനസ് സഹാബ, സഹാബാക്കളിൽ അക്കാബിറുകളുണ്ട്. അവരാരായിരുന്നു? സിഗാറുൻ ഫിസ്സിൻ, വയസ്സിൽ നന്നേ ചെറിയ വയസ്സായിരുന്നു. ഉഖിദ അൻഹുമുൽ ഇൽം, അവരിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അറിവ് സ്വീകരിച്ചിട്ടുണ്ട്. വ അനാറ ഇൽമുഹുമുദ്ദുന്യ, ദുനിയാവിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ അവരുടെ അറിവ് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സഹാബാക്കൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അക്കാബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? ഇൽമാണെന്ത് അവിടെ ഉദ്ദേശം. ഇൽമുണ്ടോ, ഓൻ ഷാബാണെങ്കിലും സിന്ന് കുറവാണെങ്കിലും ഓൻ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്തുക? അക്കാബിറിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുക. എന്നിട്ട് ഷേഖ് പറഞ്ഞു വെക്കുന്നത് തസ്കിയത്ത് വേണം എന്നുള്ളതാണ്. തസ്കിയത്ത് വേണം. അപ്പോൾ തസ്കിയത്ത് വേണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശം? തസ്കിയത്ത് 3 രൂപത്തിലാണ്. തസ്കിയത്ത് 3 രൂപത്തിലാണ്. നമ്മുടെ നാടിലൊക്കെ ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിൽ വലിയ പ്രശ്നമായിരുന്നു എന്ത്? തസ്കിയത്തില്ലാത്ത ആളുകൾ പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി പഠിപ്പിക്കുന്ന ആളുകളുടെ പഠനമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മുടക്കിയിട്ടുണ്ട്. അത്തരത്തിൽ തസ്കിയത്തില്ലാത്ത ആളാണ്, അവൻ്റെ അറിവിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? സ്വീകരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പറച്ചിലൂടെ എന്തുണ്ടായത്? ഒരുപാട് ഇൽമ് നഷ്ടപ്പെട്ടു. ചില ആൾക്കാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? തസ്കിയത്തില്ലാത്ത ആളാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല, വലിയ പണ്ഡിതന്മാരുടെ തസ്കിയത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഷെയ്ഖ് പറഞ്ഞു നോക്കുകയാണ്, ഒന്നാമത്തെ രൂപം തസ്കിയത്ത് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് പണ്ഡിതന്മാരെന്ത് ചെയ്യുക? നേരിട്ട് തസ്കിയത്ത് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം അറിവുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിൽ നിന്ന് അറിവ് സ്വീകരിക്കാം, നിങ്ങൾ അറിവ് സ്വീകരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്ത് ചെയ്യണം? തസ്കിയത്ത് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ രൂപം. അതിലെന്തില്ല, ഇന്ന പണ്ഡിതൻ പറഞ്ഞാൽ മാത്രമേ തസ്കിയത്തായി സ്വീകരിക്കുള്ളൂ, അതല്ലെങ്കിൽ ഒരു കൂട്ടം പണ്ഡിതന്മാരെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞാൽ മാത്രം എന്തുള്ളൂ? തസ്കിയത്തുള്ളൂ, അല്ലാത്ത ചെയ്യൂല, തസ്കിയത്ത് സ്വീകരിക്കൂല, അങ്ങനെ പറയാൻ എന്തില്ല? പറ്റൂല എന്നാണ്. രണ്ടാമത്തേത് അൻ യസ്തഹിറ ബിത്തഅലീമി മിൻ ഗൈരി അൻ യുൻകറ അലൈഹി മിൻ അഹ്ലിൽ ഇൽമി, പഠിപ്പിക്കുന്ന വിഷയത്തിൽ അറിയപ്പെട്ട ആളാണ്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? തദ്രീസിൽ അറിയപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിൽ. യുഅറഫു ബി അന്നഹു മുദർരിസ്, അവൻ അറിയപ്പെടുന്നത് മുദർരിസ് എന്ന നിലക്കാണ്. വയസ്തഹിറു ഹാദാ അൻഹു വലാ യുൻകിറു അഹ്ലുൽ ഇൽമിൽ മുഅ്തബറൂന തദ്രീസഹു, പരിഗണിക്കപ്പെട്ട അറിവുള്ള ആളുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല? ഇദ്ദേഹം പഠിപ്പിക്കുന്നതിനെ നിഷേധിച്ചിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പഠിക്കണ്ട എന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ എന്തുണ്ട്? നേരിട്ടുള്ള തസ്കിയത്തില്ല, പക്ഷേ തസ്കിയത്തുൻ സുക്കൂത്തിയ, എല്ലാ ആളുകളും ഉണ്ടാതെ നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തസ്കിയത്തുണ്ട്. അപ്പോൾ തസ്കിയത്ത് എന്ന് പറയുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അർഹത തന്നിട്ടുണ്ടോ, അനുമതി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? അനുമതി കൊടുക്കണം എന്നുണ്ടോ? ഇല്ല. സമൂഹത്തിൽ അദ്ദേഹം തദ്രീസിൻ്റെ വിഷയത്തിൽ അറിയപ്പെട്ട ആളാണ്, വിമർശനമൊന്നും വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം? അത് അദ്ദേഹത്തിൻ്റെ തസ്കിയത്തായി പരിഗണിക്കും. മൂന്നാമത്തേത് വഹാദാ മിനൽ അഹമ്മിയത്തി ബിമക്കാനിൻ അൻ യുസക്കിയഹു ഇൽമുഹു ഫലാ യുഅല്ലിമു ഇല്ല സുന്ന, ഓൻ്റെ ഇൽമ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓന് തസ്കിയത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. അതായത് ഓന് സുന്നത്തെ എന്ത് ചെയ്യാറുള്ളൂ? പഠിപ്പിക്കാറുള്ളൂ. അതോടൊപ്പം തന്നെ സുന്നത്തിൻ്റെ ഉലമാക്കളുടെ പുസ്തകങ്ങളാണ് എന്ത് ചെയ്യാറുള്ളത്? പഠിപ്പിക്കാറുള്ളത്. അതോടൊപ്പം അത്തരത്തിലുള്ള ഉലമാക്കളിലേക്കാണ് അവൻ അടുപ്പിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി, അപ്പോൾ ആ വ്യക്തിയും ആ വ്യക്തിയുടെ തസ്കിയത്തായി പരിഗണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൽമാണ്. അദ്ദേഹത്തിൻ്റെ ഇൽമ് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് തസ്കിയത്ത് നൽകും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും എന്ത് ചെയ്യാം? അറിവ് സ്വീകരിക്കാം. അപ്പോൾ തസ്കിയത്ത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കരുത്? നേരിട്ടുള്ള ഒരു തസ്കിയത്ത് മാത്രം മതി എന്ന ഒരു വിചാരണ നമ്മുടെ മനസ്സിലേക്ക് വരരുത്. ഈ 3 രൂപത്തിലുള്ള തസ്കിയത്ത് എന്താണ്? പരിഗണനീയമാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു നോക്കുകയാണ്, വലൈസ കുല്ലു ത്വാലിബി ഇൽമിൻ നാഫിഇൻ യഅരിഫുൽ ഉലമ, ഒരുപാട് ഉപകാരപ്രദമായ മതവിദ്യാർത്ഥികളുണ്ട്, ഇവരെയെല്ലാം പണ്ഡിതന്മാർ അറിഞ്ഞുകൊള്ളണമെന്നില്ല. വലാകിൻ യുൻളറു ഫി ഇൽമിഹി അല്ലദി യബുസ്സുഹു, അവൻ വ്യാപിപ്പിക്കുന്ന അറിവിലേക്ക് എന്ത് ചെയ്യാം? നമ്മൾ നോക്കുക, എങ്ങനെയുള്ള അറിവാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത്. ഹൽ യുഅല്ലിമു സുന്ന, സുന്നത്താണോ പഠിപ്പിക്കുന്നത്? ഹൽ യഹ്തരിമു ആറാഅ ഉലമാഇ സുന്ന, സുന്നത്തിൻ്റെ ഉലമാക്കളുടെ അഭിപ്രായങ്ങളെ അവൻ ആദരിക്കുന്നുണ്ടോ? ഹൽ യൻഖുലു കലാമ ഉലമാഇ സുന്ന, സുന്നത്തിൻ്റെ ഉലമാക്കളുടെ കലാമുകൾ നഖ്ല് ചെയ്യുന്നുണ്ടോ, കൊണ്ടുവരുന്നുണ്ടോ? ഫഇൻ കാന ദാലിക കദാലിക് ഫഖദ് സക്കാഹു ഇൽമുഹു, അങ്ങനെയാണ് വിഷയമെങ്കിൽ അവൻ്റെ ഇൽമ് എന്ത് ചെയ്തിട്ടുണ്ട്? അവന് തസ്കിയത്ത് നൽകിയിട്ടുണ്ട്. വയുഖദു അൻഹുൽ ഇൽം, അവനിൽ നിന്നെന്ത് സ്വീകരിക്കും? അറിവ് സ്വീകരിക്കും. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഒരാൾ വാദിക്കാണെന്ത്? തസ്കിയത്തില്ലാത്ത ഉലമാക്കൾ തസ്കിയത്ത് കൊടുക്കാത്ത ആളിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ പാടില്ല എന്നൊരാൾ വാദിച്ചു കഴിഞ്ഞാൽ യസുദ്ദു ബാബൽ ഖൈർ, അവൻ നന്മയുടെ വാതിലാണ് എന്ത് ചെയ്യുന്നത്?
അടക്കുന്നത് എന്നാണ്. നന്മയുടെ വാതിൽ അവൻ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഷെയ്ഖ് പറയാണ് ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് മതവിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സുന്നത്ത് പഠിപ്പിക്കുന്നുണ്ട്, അത് വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് സാധിക്കുന്ന വിധമെല്ലാം സലഫി മൻഹജിന് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെ ആരും ഏതെങ്കിലും ഒരു പണ്ഡിതൻ തസ്കിയത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുണ്ടാവില്ല? തസ്കിയത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കൊടുക്കാത്തതിൻ്റെ പേരിൽ നമ്മളവിടെ അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൻ യബ്ഖ ഇൽമുൻ ഫീ കസീരിൻ മിനൽ ബുൽദാൻ, ഒരുപാട് നാട്ടിൽ എന്ത് ചെയ്യും? അറിവ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും, നന്മകൾ നഷ്ടപ്പെടും. എന്നിട്ടെന്താ അതിൻ്റെ ബദലായിട്ട് അവിടെ ഉണ്ടാവും? എന്താ? അഹ്ലുൽ ബിദ്അ കയറി വരും, അവർ പഠിപ്പിക്കും, അവർ പഠിപ്പിക്കുന്നത് ആളുകൾ സ്വീകരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അഹ്ലുസുന്ന എന്ത് ചെയ്യും? അഹ്ലുസുന്ന ന്യൂനപക്ഷമായി ഒന്നിനും കൊള്ളാത്തവരായിട്ട് എന്ത് ചെയ്യും? അഹ്ലുസുന്ന മാറും. അഹ്ലുസുന്ന ആരിൽ നിന്ന് പഠിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവും? അഹ്ലുൽ ബിദ്അയിൽ നിന്ന് വരെ പഠിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ആരാവശ്യമാണ്? തസ്കിയത്ത് കിട്ടിയ ഒരു പണ്ഡിതനിൽ നിന്ന് തസ്കിയത്ത് കിട്ടിയ ഒരാൾ തന്നെ ആവശ്യമാണ് എന്ന് പറയുന്നത് സദ്ദു ബാബിൽ ഖൈർ, ഖൈറിൻ്റെ വാതിൽ കൊട്ടിയടക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ വാദിക്കുന്ന ആളുകൾ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാനാണ് എന്ത് ചെയ്യുന്നത്? പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് അടുത്ത് പറഞ്ഞു വെക്കുന്നത് ثم لا شك أن الواجب على كل أحد أن ينتهي إلى ما علم. ഇനി പഠിപ്പിക്കുന്ന ആൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണോ പഠിച്ചത് അതെന്ത് ചെയ്യുക? പറയുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അറിവ് എവിടെയാണോ എത്തി നിൽക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുക. അറിയാത്ത വിഷയം എന്ത് ചെയ്യാൻ പോകണ്ട? പറഞ്ഞു കൊടുക്കാൻ പോകേണ്ടതില്ല. അതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, നാട്ടുകാർക്ക് എന്ത് ചെയ്യണം? ഉസൂലുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അടിസ്ഥാനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കാരണം ഫമൻ അറഫ ഹാദിഹിൽ ഉസൂൽ അൻ അഹ്ലി സുന്ന വളബതഹ ഫഇന്നഹു യുഅല്ലിമുൻ നാസ്. ഉസൂലുകൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാം? ഒരാൾക്ക് ദീനിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കുക. ഉസൂൽ അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? തെറ്റിപ്പോകും. അപ്പോൾ ഉസൂലുകൾ എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഉസൂലുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ചില യുവാക്കൾ, ചില ആളുകൾ അവരെന്ത് ചെയ്യാറുണ്ട്? അവരുടെ കഴിവിൽ തന്നെ വഞ്ചിക്കപ്പെടാറുണ്ട്. ഒന്നോ രണ്ടോ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യും? ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പണി എന്താ? വലിയ വലിയ ഉലമാക്കൾക്ക് മറുപടി കൊടുക്കലാണ്. വയറുദ്ദു അലാ ബഅദിൽ ഉലമാഇൽ അകാബിർ, എന്ത് ചെയ്യും? വലിയ ഉന്നതന്മാർക്ക് മറുപടി കൊടുക്കാൻ തുടങ്ങും ഈ രണ്ട് പുസ്തകങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ. വയുഫ്തി ഫി കുല്ലി ഷൈഇൻ, എല്ലാത്തിലും ഫത്വയാണ് അവനക്ക്. പിന്നെ എല്ലാത്തിലും എന്ത് ചെയ്യാൻ തുടങ്ങും? ഫത്വ. വയതകല്ലമു ബി കുല്ലി ഷൈഇൻ, എല്ലാ വിഷയത്തിലും അവനക്ക് എന്തുണ്ടാവും? ഒരു അഭിപ്രായം ഉണ്ടാവും. ലാ ശക്ക അന്ന ഹാദാ ളലാൽ, ഒരു സംശയമില്ല ഇത് വഴികേടിലേക്കാണ് എന്ത് ഓൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വലാകിന്നൽ മുഹ്സിൻ, പക്ഷേ ഇഹ്സാനുള്ളവൻ, മുഹ്സിനായ മനുഷ്യൻ, മുഹ്സിനായ ഒരു ത്വാലിബുൽ ഇൽം ഹുവല്ലദീ യൻതഹി ഇലാ മാ അലിമ, ഓൻ അറിഞ്ഞെടുത്ത് എന്ത് ചെയ്യും? അവിടെ നിൽക്കും. വയൻഷുറുൽ ഖൈറ വസ്സുന്ന, അവൻ എങ്ങനെയാണോ ഖൈറും സുന്നത്തും പ്രചരിപ്പിക്കാൻ സാധിക്കുക ആ രൂപത്തിൽ ഖൈറും സുന്നത്തും പ്രചരിപ്പിക്കും. അപ്പോൾ ഷെയ്ഖ് പറയാൻ എന്ത് ചെയ്യരുത്? അങ്ങനെ വഞ്ചിതരായി പോകരുത് എന്ന് പറയാൻ. അമ്മാ മൻ ഉരിഫ ബിജർഹിൻ ഔ കാന ഫീ ഇൽമിഹി ഖൽതുൻ ഔ കാന മജ്ഹൂലൻ മിൻ കുല്ലി വജ്ഹിൻ ഫമിസ്ലു ഹാദാ ലാ യൻബഗി അഖ്ദുൽ ഇൽമി അൻഹു. ചില ആളുകളിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ പറ്റൂല, അവരെക്കുറിച്ച് പറയാണ്. ഒന്നാമത്തെ ആള് ജർഹ് കൊണ്ട് അറിയപ്പെട്ട ആളാണ്. ജർഹ് കൊണ്ട് അറിയപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വിധേയമായിട്ടുണ്ട്. ആ വിമർശനങ്ങൾ വസ്തുതാപരവുമാണ്, എന്തല്ല വെറുതെയുള്ള വിമർശനങ്ങളല്ല, കളവല്ല, വസ്തുതാപരമായ വിമർശനത്തിന് വിധേയമായ വ്യക്തി. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ഇൽമിൽ എന്തുണ്ട്? ചില കുഴപ്പങ്ങളുണ്ട്. മൂന്നാമത്തേത് മജ്ഹൂലാണ്, ആർക്കും എന്ത് ചെയ്യില്ല, ഇയാൾ അറിയില്ല, ഇയാൾ അവസ്ഥ എന്തെന്ന് അറിയില്ല. അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊന്നും അറിവ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തത് ഷെയ്ഖ് സ്വാലിഹ് സുഹൈമി ഹഫിളഹുല്ല ബാസ്മൂൾ ഹഫിളഹുല്ലയുടെ സലഫിയത്തുമായി ബന്ധപ്പെട്ടുള്ള വാചകങ്ങൾ എടുത്തുദ്ധരിക്കുകയാണ്. 12ഓളം കാര്യങ്ങൾ ബാസ്മൂൾ ഹഫിളഹുല്ല എണ്ണി പറയാണ്, ഇത് സലഫിയത്തല്ല, ഇത് സലഫിയത്തല്ല, ഇത് സലഫിയത്തല്ല എന്ന്. അതിലൊന്നാമത്തത് ലൈസ മഅന സലഫിയ്യ വൽ ഇൻതിസാബ ഇലൈഹ അൻ ലാ യഖഅ അസ്സലഫിയ്യു ഫി അഖ്താ. സലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും തെറ്റ് സംഭവിക്കാതിരിക്കുക എന്നതല്ല എന്ത് സലഫിയത്ത്. ഒരാൾക്കും തെറ്റ് സംഭവിക്കാൻ പാടില്ല. ഓൻ സലഫിയാണോ, അവനക്ക് തെറ്റാൻ പാടില്ല എന്നതെന്തല്ല സലഫിയത്തല്ല. ഇനി അവന് ചെറിയൊരു മതവിദ്യാർത്ഥിയാണെങ്കിലും ശരി, വലിയ പണ്ഡിതനാണെങ്കിലും ശരി, ഈ വാദം എന്തല്ല ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്തു? മുമ്പിന് സലഫിയത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയവനായിട്ടാണ് എന്ത് ചെയ്യാം കാണുക. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് എന്ത് മനസ്സിലായിട്ടില്ല? സലഫിയത്ത് മനസ്സിലായിട്ടില്ല. രണ്ടാമത്തേത് ലൈസ കുല്ലു ഖതഇൻ യുആമലു സാഹിബുഹു മുആമലത അഹ്ലിൽ ബിദ്അ. അഹ്ലുൽ ബിദ്അഇനോട് പെരുമാറുന്നത് പോലെ
അവർക്ക് മറുപടി കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റൂല, എല്ലാ തെറ്റിനും മറുപടി കൊടുക്കാൻ പറ്റൂല. അങ്ങനെ മറുപടി കൊടുക്കുന്ന ആളാരാണ്? ഷെയ്ഖ് പറയാണ് ഹദ്ദാദിയ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അൽ ഹദ്ദാദിയ, ഖവാരിജു ഹാദൽ അസ്ർ എന്നൊക്കെ അവരെ വിശേഷിപ്പിക്കാറുണ്ട്. അതായത് ഈ സമൂഹത്തിലെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലെ ഖവാരിജുകൾ എന്ന വിശേഷണം അവരെക്കുറിച്ച് പറയാറുണ്ട്. ഈ ഹദ്ദാദിയാക്കളുടെ സ്വഭാവമാണെന്ത്? അവരെന്ത് ചെയ്യും? തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ബിദ്അത്തിൻ്റെ ആളുകൾക്കും ഒരേപോലെ മറുപടി കൊടുക്കും, സലഫികൾക്കും എന്ത് ചെയ്യും? ഒരേപോലെയാണ് മറുപടി കൊടുക്കുക, വേർതിരിച്ചിട്ടല്ല മറുപടി കൊടുക്കുക. നമ്മൾ പറഞ്ഞിരുന്നു, ഒരാൾ സലഫിയാണ് എങ്കിൽ, സുന്നത്തിൻ്റെ ആളാണ് എങ്കിൽ അവിടെ എന്തുണ്ട്? മറുപടിക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ ആ മറുപടിക്ക് വ്യത്യാസമില്ലാതെ സമസ്തക്കാർക്കും ഒരേപോലെ മറുപടി കൊടുക്കുന്നു, സലഫി മനഹജിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യുന്നു? ഒരേപോലെ മറുപടി, ഒരു വ്യത്യാസമില്ല. അതാരുടെ സ്വഭാവമാണ്? അൽ ഹദ്ദാദിയ എന്ന വിഭാഗത്തിൻ്റെ സ്വഭാവമാണ്. മൂന്നാമത്തേത് ലൈസ മഅന സലഫിയ അൻ ലാ യഹ്സുല ഇഖ്തിലാഫുൻ ബൈന സലഫിയീൻ. സലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലഫികൾക്കിടയിൽ ഇഖ്തിലാഫൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നതല്ല എന്ത്? സലഫിയത്ത്. ഇഖ്തിലാഫ് ഉണ്ടാകാം, ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ എന്തുണ്ടാകാം? ഇഖ്തിലാഫ് ഉണ്ടാകാം. നമ്മൾ പറഞ്ഞിരുന്നു, ഒരാൾ പറയാൻ അതെന്തല്ല, ശരിയല്ല, ഞാൻ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. നമ്മളെന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യാം. എന്നാൽ നേർവിപരീതം ഒരു അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യണം? അതേ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇഖ്തിലാഫ് ഉണ്ടാകാം. സ്വഹാബാക്കൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഖ്തിലാഫുകൾ ഉണ്ടായിട്ടുണ്ട്. അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഖ്തിലാഫുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇഖ്തിലാഫുകളൊക്കെ ഉണ്ടായിട്ടും അവരെന്ത് ചെയ്തിട്ടില്ല? അവർ പരസ്പരം ചേരി തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ സലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഖ്തിലാഫൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊരു മാനെന്തില്ല? സലഫിയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നില്ല. നാലാമത്തേത് ലൈസ മഅന സലഫിയത്തി അൻ ലാ യഖഅ സലഫിയു ഫി അംറാദിൽ ഖുലൂബ്. സലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രോഗങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അദ്ദേഹം പൂർണ്ണ ഇഖ്ലാസുള്ള മനുഷ്യനായിരിക്കണം എന്നൊന്നും എന്തില്ല? അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്തേക്കാം? അവർക്ക് പ്രകടനപരത ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാവും, എന്നെ എല്ലാ ആളുകളും അറിയണം. അത്തരത്തിലുള്ള രോഗത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? സലഫികളായ മതവിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ പണ്ഡിതന്മാരൊക്കെ അകപ്പെട്ടു പോയേക്കാം. അവിടെ എന്താ ചെയ്യേണ്ടത്? വൽഹാലു അന്നൽ മുസ്ലിമ മിർആതു അഖി അൽ മുസ്ലിം ഫയുനാസിഹു വയുവജ്ജിഹു. അവനെന്ത് ചെയ്യണം? നിർദ്ദേശിക്കണം, അവനോട് നസീഹത്ത് കൊടുക്കണം. എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളിങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അഞ്ചാമത്തേത് ലൈസ മിൻ മൻഹജി സലഫി സ്വാലിഹി അൽ ഇൽസാമു ബിത്തിബാഇ ഖൗലി അഹദിൻ. ഒരാളുടെ ഖൗലെന്നെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഇല്ല. ആരുടെ ഖൗലല്ലാതെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലല്ലാതെ. അപ്പോൾ ഒരാൾ പറയാണ്, ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തില്ല, പിന്നെ അതിൻ്റെ അപ്പുറത്തില്ല, എന്തായാലും സ്വീകരിക്കണം എന്ന് പറയുന്നത് എന്തല്ല? സലഫി മൻഹജല്ല എന്നാണ് അഞ്ചാമതായി പറയുന്നത്. പ്രത്യേകിച്ചും ഇജ്തിഹാദിയായ മസ്അലയിൽ നിന്നാണ് പ്രത്യേകിച്ചും എടുത്തു പറയുന്നുണ്ട്, ഖാസൻ ഫിൽ മസായിൽ അൽ ഇജ്തിഹാദിയ. കാരണം രണ്ടിനും വകുപ്പുണ്ടാവും. അപ്പോൾ പറയാണ് ഷെയ്ഖ് സുലൈമാൻ റഹീലി ഹഫിളുള്ള ഇതാണ് പറഞ്ഞത്, അത് ഇത് മാത്രം സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നെന്ത് ചെയ്യാൻ പറ്റൂല, അവിടെ പറയാൻ വകുപ്പില്ല. ആറാമത്തേത് ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു സലഫി ആലിമ് മറ്റൊരു സലഫി ആലിമിനെക്കുറിച്ച് അവർക്കെതിരെ എന്ത് ചെയ്യും? മറുപടി കൊടുക്കും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മൾ എന്താണ് കരുതേണ്ടത്? ഇഹ്സാനുള്ളന്നാണ്, സൽവിചാരം എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ വിചാരിക്കണം. അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം അദ്ദേഹം എന്ത് ചെയ്തത്? മറുപടി കൊടുത്തത്. അപ്പോൾ മറുപടി കൊടുത്ത ആൾക്കും കൂലിയുണ്ട്, ഇനി തെറ്റിക്കഴിഞ്ഞാൽ ഒരു കൂലി അദ്ദേഹത്തിനുണ്ട്, അല്ലാത്ത ആൾക്കും എന്തുണ്ടാവും? പ്രതിഫലം ലഭിക്കും. ഏഴാമത്തേത് ഒരു അദാലത്ത് ബോധ്യപ്പെട്ട സിഖത്തായ ഒരാൾ നീതിമാനാണ്, അദ്ദേഹത്തിൻ്റെ ഇൽമിൽ ആളുകൾക്കൊക്കെ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ലാ യുഖ്ബലുൽ ഖൗലു ഫീഹി ഇല്ലാ ബിബയാനി സബബ്. ആ കേട്ട മാത്രയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സ്വീകരിക്കാൻ പറ്റൂല. അതിൻ്റെ കാരണം കൂടി എന്ത് ചെയ്യണം? അറിയണം. അതിൻ്റെ കാരണം കൂടി അറിയണം. അപ്പോൾ സമൂഹത്തിൽ നീതിയിൽ അറിയപ്പെട്ട വിശ്വസ്തനായ ഒരു പണ്ഡിതൻ അതല്ലെങ്കിൽ ഒരു മതവിദ്യാർത്ഥി, അപ്പോൾ അവരുടെ വിഷയത്തിൽ ഒരു അഭിപ്രായം വരികയാണ്, അതല്ലെങ്കിൽ ഒരാൾ സംസാരിക്കാൻ, ഓൻ ഇങ്ങനെയുള്ള ആളാണ്. അപ്പോൾ ആ സംസാരം കേൾക്കുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റൂല? വിശ്വസിക്കാൻ പറ്റൂല. അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കണം. തഫ്സീറുൽ ജർഹ്, അത് ജർഹാണല്ലോ, വിമർശിക്കലാണല്ലോ. ആ ജർഹിൻ്റെ വിമർശനത്തിൻ്റെ വിശദീകരണം എന്ത് ചെയ്യണം? ആവശ്യപ്പെടണം. വിമർശനത്തിൻ്റെ വിശദീകരണം ആവശ്യപ്പെടേണ്ടതുണ്ട്. എട്ടാമത്തേത് ഇഹ്സാനുദ്ദന്നി മുഖദ്ദമുൻ. സലഫികൾക്കിടയിൽ ഏറ്റവും നമ്മൾ മുൻതൂക്കം നൽകേണ്ടത് സൽവിചാരാണ്. ഒരാളുടെ സംസാരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം? അതിനെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കണം. നമ്മൾ പലപ്പോഴായി പറഞ്ഞ വിഷയമാണ്. ഒൻപതാമത്തേത് ലാ തഖ്ദീസ ലിൽ അഷ്ഖാസ്. വ്യക്തികൾക്ക് എന്തില്ല? ഇതിൽ പ്രാധാന്യമില്ല. വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവും സലഫിയത്ത് കൽപ്പിക്കുന്നില്ല. പത്താമത്തേത്
മാ കുല്ലു അഹദിൻ തുകുല്ലിമ ഫീഹി യസ്കുത് വമാ കുല്ലു കലാമിൻ ഫി അഹദിൻ യുഅദ്ദു ജർഹൻ. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് പരിഗണിക്കൂല? ജർഹായിട്ട് പരിഗണിക്കൂല. ഒരാളെക്കുറിച്ച് പറയാണ് അദ്ദേഹത്തിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ പറ്റൂല. അതെന്തല്ല? സലഫിയത്തല്ല. 11-ാമത്തേത് ലൈസ മിനസ് സലഫിയത്തി അൽ ഇൽഹാഹു അലാ ഹുസൂലി തസ്കിയത്തി മിനൽ ഉലമാ. ഉലമാക്കളിൽ നിന്ന് തസ്കിയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എങ്ങനെ അവരുടെ ബാക്ക് കൂടി എനിക്ക് തസ്കിയത്ത് വേണം, എനിക്ക് തസ്കിയത്ത് വേണം എന്ന് പറയുന്നത് എന്തല്ല? സലഫിയത്തല്ല. അതോടൊപ്പം തന്നെ അത് കിട്ടാൻ വേണ്ടി പണിയെടുക്കുക. ഒരു മുസ്ലിം എന്താണ്? അവന് തസ്കിയത്ത് കൊടുക്കുന്നത് അവൻ്റെ ഇൽമാണ്, അവൻ്റെ അമലാണ്. എന്ത് ചെയ്യുന്നത്? എല്ലാത്തിനും ഉപരി അവന് തസ്കിയത്ത് കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ അറിഞ്ഞൊരു കാര്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് എന്ത്? ഏറ്റവും വലിയ സംസ്കരണം, ഏറ്റവും വലിയ തസ്കിയത്ത്. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, ഭൂമി എന്ത് ചെയ്യൂല? ഒരാൾക്കും തസ്കിയത്ത് കൊടുക്കൂല. അവൻ്റെ കുടുംബ പരമ്പര എന്ത് ചെയ്യൂല? ഒരാൾക്കും തസ്കിയത്ത് കൊടുക്കൂല. അതോടൊപ്പം തന്നെ ജർഹ് ചെയ്തു എന്നതുകൊണ്ട് എന്താവൂല? അവൻ്റെ തസ്കിയത്ത് ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ തസ്കിയത്തിന് വേണ്ടി ഇങ്ങനെ തേടി നടക്കുക എന്നുള്ളത് എന്തല്ല? സലഫിയത്തല്ല. 12-ാമത്തേത് ലൈസ മിനസ് സലഫിയത്തി അൽ ഫർഹു ബിഐബിൻ നാസി വതജ്രീഹിഹിം. സലഫിയത്തിൽപ്പെട്ടതല്ല ഒരാൾക്ക് പോരായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കൽ എന്തല്ല? സലഫിയത്തല്ല. അതോടൊപ്പം തന്നെ അങ്ങനെ പോരായ്മ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതും എന്തല്ല? സലഫിയത്തിൽപ്പെട്ടതല്ല. വഅലാ താലിബിൽ ഇൽമി തജന്നുബുൽ ഖൗലി ഫീഹി. അതുകൊണ്ട് മതവിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങളിൽ അവരുടെ സമയം ചെലവഴിക്കുന്നത് അവരൊഴിവാക്കണം. അതാർക്ക് വിടണം? അഹ്ലുൽ ഇൽമിന് എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി വിടണം. എന്നിട്ട് പറയാൻ, ഫിത്നക്ക് എന്ത് ചെയ്യരുത്? തിരികൊളുത്തരുത് എന്നാണ്. ഫിത്നക്ക് തുടക്കം കുറിക്കുന്ന ആളുകളാകരുത്. മറിച്ച് ആ ഫിത്നെ എന്ത് ചെയ്യണം? ക്ഷമ, അതോടൊപ്പം തന്നെ ഇഹ്സാനുള്ള നല്ല വിചാരമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഫിത്ന എന്ത് ചെയ്യുക? കടത്തിക്കളിയുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അഹ്ലുൽ ഇൽമിന് ഏൽപ്പിക്കുക. എന്നിട്ട് ഷെയ്ഖ് സ്വാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ ഒരുപാട് കൗലുകൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഉദ്ധരിച്ചു. ഇനി ഉദ്ധരിച്ചതിന് ശേഷം ഷെയ്ഖ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത്, ഇന്ന സിയാനത ദീനിൽ ഇസ്ലാമി ബി ബയാനി മാ നുസിബ ഇലൈഹി മിനൽ ബിദ്അഇ വൽ മുഹ്ദസാത്ത് ലമിൻ അഅ്ളമിൽ ഇബാദാത്ത്. ഏറ്റവും വലിയ ഇബാദത്ത് എന്നത് ദീനിൽ ഒരുപാട് ബിദ്അത്തുകൾ കടത്തിക്കൂട്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? നിർമാർജനം ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാൻ, ഫറാദ്ദു അലാ അഹ്ലിൽ ബിദ്അഇ മുജാഹിദുൻ. അഹ്ലുൽ ബിദ്അഇനെതിരെ മറുപടി കൊടുക്കുന്നവനാണ് ആരാണ്? മുജാഹിദാണ്. ഹത്താ കാന യഹ്യ ഇബ്നു യഹ്യ യഖൂൽ അദ്ദബ്ബു അനിസ് സുന്ന അഫ്ളലു മിനൽ ജിഹാദ്. യഹ്യ ഇബ്നു യഹ്യ പറയാൻ, സുന്നത്തിനെ സംരക്ഷിക്കുക എന്നത് ജിഹാദിനേക്കാളും അഫ്ളലായ കാര്യമാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്, ഒരാളെക്കുറിച്ച് തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തെന്നാണ്. മുമ്പ് പറഞ്ഞതാണ്, അത് ഷെയ്ഖ് വീണ്ടും എടുത്തു പറയാം. ഇമാം ദഹബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മീസാനുൽ ഇഅ്തിദാൽ, അതിൽ വ്യക്തികളെക്കുറിച്ചാണ് ചർച്ച. മീസാനുൽ ഇഅ്തിദാൽ ഓരോ വ്യക്തികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. അതിൻ്റെ ആദ്യത്തിൽ പറയാണ്, വൽ കലാമു ഫിർ റിജാൽ. വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലാ യജൂസു, അനുവദനീയമല്ല, ഇല്ലാ ലി താമ്മിൽ മഅരിഫത്തി താമ്മിൽ വറ. ഈ വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുടെ ക്വാളിറ്റി എന്തായിരിക്കണം? പൂർണ്ണമായും ആ വ്യക്തിയെക്കുറിച്ച് എന്ത് ചെയ്യണം? അറിയണം. രണ്ടാമത്തേത് പൂർണ്ണമായ വറ ഉണ്ടാകണം എന്നാണ്. അങ്ങേയറ്റത്തെ തഖ്വ ഉണ്ടാകണം. അപ്പോൾ ആ അങ്ങേയറ്റത്തെ തഖ്വ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? പല ആൾക്കാരും അതിൽ നിന്ന് ഒഴിവാകും. ഇനി രണ്ടാമത്തേതോ, പൂർണ്ണമായിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് അറിയണമെന്ന് പറയുമ്പോൾ എന്തുണ്ട്? എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും കാര്യങ്ങളും പറഞ്ഞ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റദ്ദുകൾ എന്ത് ചെയ്യും? പൊതുവേ അത് വളരെ കുറവായിരിക്കും. അതാണ് ഉലമാക്കളുടെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റദ്ദുകൾ കുറയാനുള്ള കാരണം. ഒന്ന് താമുൽ മാരിഫത്ത് ഉണ്ടാകണം, മറ്റേ താമുൽ വറ ഉണ്ടാകണം. ഇതൊക്കെ ഉള്ള ആളാണ് എന്ത് ചെയ്യേണ്ടത്? റദ്ദ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ റദ്ദ് കൊടുക്കുന്ന ആരാ? ഇതുള്ള ആളാണെന്ന് ചോദിച്ചാലോ, ഇത് രണ്ടും ഇല്ലാത്ത പല ആൾക്കാരുമാണ് എന്ത് ചെയ്യുന്നത്? റദ്ദ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മര്യാദകളൊന്നും പഠിക്കാതെ കുറച്ചൊക്കെ അറിവ് കിട്ടുമ്പോൾ തന്നെ ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട് എന്ന രൂപത്തിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ അവസ്ഥയിലേക്ക് മതവിദ്യാർത്ഥികൾ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ച വിഷയമാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത്, തെറ്റുകൾ തിരുത്തപ്പെടണം. തെറ്റുകൾ എന്ത് ചെയ്യണം? എന്തായാലും തിരുത്തപ്പെടണം. പക്ഷേ ആ അവസ്ഥകൾ, തെറ്റുകൾ എന്തായാലും തിരുത്തപ്പെടണം, അത് ഏതവസ്ഥയിലായാലും. പക്ഷെ ആ വ്യക്തിയെ തിരുത്തുമ്പോൾ എന്ത് ചെയ്യണം? അവസ്ഥകൾ പരിഗണിച്ചേ മതിയാകൂ. ഒരു സമൂഹത്തിൽ ഒരു തെറ്റ് പ്രചരിച്ചു, ആ തെറ്റെന്ത് ചെയ്യണം? എതിർക്കപ്പെടണം. പക്ഷെ ആ വ്യക്തിയെ പേരെടുത്ത് ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെറ്റ് തിരുത്തുമ്പോൾ എന്ത് പരിഗണിക്കേണ്ടതുണ്ട്? അവസ്ഥകൾ പരിഗണിക്കേണ്ടതുണ്ട്. മുറാഅത്തുൽ മസാലിഹ്
മസാലിഹുകൾ പരിഗണിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് പറയാം, ഒരു മുസ്ലിമായ ഭരണാധികാരി, ആ മുസ്ലിമായ ഭരണാധികാരിയുടെ തെറ്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല? പൊതുജനങ്ങൾക്കിടയിൽ പറയാൻ പാടില്ല, മിമ്പറുകളിൽ പറയാൻ പാടില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകണം, അദ്ദേഹത്തിൻ്റെ ഹലറത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ നസീഹത്തോടുകൂടി ഉപദേശിക്കുക, അതല്ലെങ്കിൽ എഴുതുക, അദ്ദേഹത്തിനും നിനക്കുമിടയിൽ മാത്രം അറിയുന്ന രഹസ്യ കത്തുകൾ എഴുതുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തെറ്റ് തിരുത്താൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊടുക്കാൻ. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകളെ നസീഹത്ത് ചെയ്യുമ്പോഴും എന്ത് പാലിക്കണം? നമ്മൾ ഹാക്കിമിന് നസീഹത്ത് ചെയ്യൂലേ, ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? അഹ്ലുൽ ഇൽമിനും നമ്മൾ നസീഹത്ത് കൊടുക്കേണ്ടത്. എങ്ങനെയുള്ള അഹ്ലുൽ ഇൽമാണ്? അറിവുള്ള ആളുകളാണ്. സമൂഹത്തിൽ അറിയപ്പെട്ട സുന്നത്തിൻ്റെ ആളുകൾക്ക് നമ്മൾ നസീഹത്ത്, അവരിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അവരുടെ സ്ഥാനം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, വലാ യുഖ്ബലു ഖദ്ഹു മൻ ഖദഹ ഫീഹി ബൽ വലാ യുൽതഫതു ഇലൈഹി ഇല്ലാ ബിബയ്യിനത്തിൻ വദലീലിൻ വാളിഹിൻ ജലിയ്യിൻ കശംസി ഫി റായിഅത്തിൻ നഹാർ. ഒരാൾക്കെതിരെ ഒരു വിമർശനം വന്നു, സമൂഹത്തിൽ അറിയപ്പെട്ട ആൾ. ഷെയ്ഖ് പറയാണ്, വലാ യുൽതഫതു ഇലൈഹി, എന്ത് ചെയ്യേണ്ട? നീ അതിലേക്ക് തിരിയേണ്ടതില്ല, വളരെ വ്യക്തമായ തെളിവ് കിട്ടണം എന്നാണ്. എങ്ങനെയുള്ള തെളിവ്? ഒരു രാവിൽ സൂര്യനെ എങ്ങനെയാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുക, അങ്ങനെയുള്ള തെളിവ് എന്ത് ചെയ്യണം? വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായ തെളിവ് കിട്ടിയാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? ആ ജർഹ് പരിഗണിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ജർഹ് പരിഗണിക്കുകയില്ല. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്, സലഫുകൾ അവർ പലപ്പോഴും അവർ ചെയ്തിരുന്നത്, അവരുടെ മുൻകഴിഞ്ഞു പോയ ആളുകൾ അവർക്കൊക്കെ എന്ത് ചെയ്യും? അഫ്വ് കൊടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നത്, ജർഹ് എന്ന് പറഞ്ഞാൽ വിമർശനമാണ്, തഅദീൽ എന്ന് പറഞ്ഞാൽ ഒരാളെ പുകഴ്ത്തി പറയലാണ്. അപ്പോൾ തഅദീലിന് എന്താ ആവശ്യമില്ല? സബബ് ആവശ്യമില്ല. തഅദീൽ ചെയ്യാൻ കാരണം ആവശ്യമില്ല. കാരണം ഒരു മുസ്ലിമിൻ്റെ അസ്ൽ എന്താണ്? അവൻ അദാലത്തുള്ളവനായിരിക്കും. എന്നാൽ ജർഹ് ചെയ്യണമെങ്കിലോ അത് വിശദീകരിക്കപ്പെടണം. അത് ഉലമാക്കളുടെ ഉസൂലാണ്. ജുംഹൂറുൽ ഉലമ, ഉലമാക്കളിൽ ജുംഹൂറിൻ്റെയും അഭിപ്രായം, ബഹുഭൂരിഭാഗം വരുന്ന ഉലമാക്കളുടെയും അഭിപ്രായം, ഫഇന്നഹു ലാ യുഖ്ബലു ഇല്ലാ മുഫസ്സറൻ, തഫ്സീർ ചെയ്യണമെന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ അഖീദത്തുൽ അസ്ഫഹാനിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു വിഷയം എന്നുള്ളത്, തഫ്രീഖുസ് സലഫി സ്വാലിഹ് ഫി തആമുലി മഅ അഹ്ലിൽ ബിദ്അ ബിഹസബി ഇഖ്തിലാഫിൽ ഖുവ്വതി വൽ ളഅഫ്. സലഫു സ്വാലിഹീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അഹ്ലുൽ ബിദ്അയിനോട്, നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? അഹ്ലുൽ ബിദ്അ ഉണ്ട്. അപ്പോൾ അഹ്ലുൽ ബിദ്അയിനോട് പെരുമാറുന്നിടത്ത് നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹ് എങ്ങനെയാണോ പെരുമാറിയത്, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവസ്ഥകളെ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ്. അഹ്ലുസുന്നക്ക് ശക്തിയുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, അഹ്ലുസുന്ന ശോഷിച്ചു പോയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അവരോടുള്ള പെരുമാറ്റം മാറും. ഇതാരുണ്ടാക്കിയതാണ്? നമ്മൾ ഉണ്ടാക്കിയതല്ല, മറിച്ച് സലഫു സ്വാലിഹ്യങ്ങൾ ആ രൂപത്തിലാണ് എന്ത് ചെയ്തത്? പെരുമാറിയത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഫഇദാ ഖവിയത്തി സുന്ന വളഹറത്ത്, സുന്നത്ത് എന്ത് ചെയ്തു? പ്രകടമായി. സുന്നത്തിന് ഭയങ്കര ശക്തിയാണ്. ഫഇന്നഹും യുആഖിബൂന അഹ്ലൽ മആസി വൽ ബിദ്അ, എന്ത് ചെയ്യണം? അഹ്ലുൽ മആസിയെയും അഹ്ലുൽ ബിദ്അയിനെയും നമ്മൾ ശിക്ഷിക്കണം, അതോടൊപ്പം അവരുടെ ബിദ്അത്തിനെയും. അതോടൊപ്പം ജനങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ താക്കീത് ചെയ്യുകയും വേണം. എന്നാൽ വഅമ്മ ഇൻ ളഅഫതി സുന്ന, സുന്നത്ത് എന്ത് ചെയ്തു? അത് ദുർബലമായി. വസാറ അഹ്ലുഹാ കൽ ഗുറബ, ആരും അറിയാത്ത ആളുകളെപ്പോലെ ആയിത്തീർന്നു, ഗുറബാക്കളെപ്പോലെ, അപരിചിതരെപ്പോലെ സുന്നത്തിൻ്റെ ആളുകളായിത്തീർന്നു കഴിഞ്ഞാൽ. എന്നിട്ട് ഷെയ്ഖ് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, ബ്രാക്കറ്റിലിട്ട് ഷെയ്ഖ് പറയാണ്, കമാ ഹുവൽ ഹാലു ഫി ആമത്തി ബിലാദിൽ ഇസ്ലാം അല്യവും, മുസ്ലിം രാജ്യത്തിൻ്റെ പൊതുവായ മുസ്ലിം രാജ്യത്തിൻ്റെ അവസ്ഥ ഇതാണെന്നാണ്. സുന്നത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടല്ലേ കുഫാറുകളുടെ നാട്ടിലുള്ള അവസ്ഥയിലെ മുസ്ലിമീങ്ങൾ എന്ന ഷെയ്ഖ് പറയുന്നത്. ഫഇന്നഹും യുറാഊനൽ മസ്ലഹത ശർഇയ്യത ഫീ ദാലിക്, അതുകൊണ്ട് അഹ്ലുൽ ബിദ്അയിനോട് പെരുമാറുമ്പോൾ എന്ത് പരിഗണിക്കണം? അൽ മസ്ലഹത്തു ശർഇയ്യ, അവിടെ എന്താണ് മസ്ലഹത്ത് തേടുന്നത് എന്ന് പരിഗണിക്കണം. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഉദ്ധരണികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെടുകയാണ്, അൽ ഖുർആനു മഖ്ലൂഖുൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവരെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കാൻ. അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഫയുൽഹിറുൽ അദാവ ലഹും അം യുദാരിഹിം, അവരോട് ശത്രുത വെച്ച് പുലർത്തുമോ അതല്ല മുദാറാത്താണോ വെച്ച് പുലർത്തുക എന്ന്. മുദാറാത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുദാറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻ തദ്ഫഅൽ ഖതറ അൻ നഫ്സിക വ ഇഖ്വാനിക ബിശൈഇൻ മിനദ് ദുനിയ, ദുനിയാവിലെ എന്തെങ്കിലും ഓഹരികൾ, ദുനിയാവിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? നമ്മെ തൊട്ടും നമ്മുടെ സഹോദരന്മാരെ തൊട്ടും ഷർറിന് എന്ത് ചെയ്യുക?
തടയുക. എന്താ നമ്മൾ മുന്നിൽ വെക്കുന്ന എന്താ? ദുനിയാവാണ്. ദുനിയാവ് വെച്ചിട്ട് നമുക്ക് വരുന്ന ഷർറും നമ്മുടെ ഉമ്മത്തിന് വരുന്ന ഷർറും എന്ത് ചെയ്യാം? തടയാന്നുള്ളതാണ്. അപ്പോൾ അവിടെ അഹ്ലുൽ ബിദഇനോടാണ്, ഖുർആൻ മഖ്ലൂക്കാണ് എന്ന് പറഞ്ഞ ആളുകളോട് താങ്കൾ ശത്രുത വെച്ച് പുലർത്തുമോ അതല്ല മുദാറാത്താണോ എന്ന് ചോദിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞെന്താ? അഹ്ലു ഖുറാസാൻ ലാ യഖ്വൂന ബിഹിം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവരത് ജയിക്കാൻ പറ്റൂല, അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരാണിപ്പോൾ ഉന്നതിയിൽ നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ എന്തേ പറ്റുള്ളൂ? അദാവത്ത് പറ്റൂല, മുദാറാത്താണ് എന്ത് ചെയ്യാം അവിടെ പറ്റുക. കാരണം ശത്രുത വെച്ച് പുലർത്തിയാൽ എന്ത് ചെയ്യും? സുന്നത്ത് വീണ്ടും ശോഷിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയാം, ഫഇദാ ലം യകുൻ ഫി ഹജ്റാനിഹി ഇൻസിജാറു അഹദിൻ വലാ ഇൻതിഹാഉ അഹദിൻ, നമ്മൾ അഹ്ലുൽ ബിദഅയിൽ നിന്ന് വിട്ടുനിന്നു, അവരോട് നമ്മൾ കണിശമായ രൂപത്തിൽ പെരുമാറി. എന്നാൽ അങ്ങനെയുള്ള പെരുമാറ്റം ഒരാളും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പെരുമാറിയത് കൊണ്ട് ആരും മാറുന്നൊന്നുമില്ല, അങ്ങനൊന്നും ഉണ്ടാകുന്നില്ല, മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ ബൽ ബുത്ലാനു കസീരി മിനൽ ഹസനാത്തിൽ മഅ്മൂരി ബിഹാ ലം തകുൻ ഹിജ്റതൻ മഅ്മൂറൻ ബിഹാ, മറിച്ച് എന്താ ഉണ്ടാകുന്നത്? ഒരുപാട് നന്മകൾ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ചെയ്തതുകൊണ്ട്. അഹ്ലുൽ ബിദഅയിനോട് കണിശമായി പെരുമാറിയതുകൊണ്ട് ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഓൻ എന്താ ചെയ്യുന്നത്? ഒരുപാട് നന്മകളാണ് എന്ത് ചെയ്യുന്നത്? ഓൻ നഷ്ടപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള ഹജ്റാൻ എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഷെയ്ഖ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഉദ്ധരണിയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഖുറാസാനുകാരെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്, അദാവത്തല്ല മുദാറാത്താണ്. കാരണം എന്താ? അന്നഹും ലം യഖൂനു യഖ്വൂന ബിൽ ജഹ്മിയ, അഹ്ലുസുന്നക്ക് എന്തില്ല എന്ന്? ജഹ്മിയാക്കളെക്കാളും കൂടുതൽ ശക്തി എന്ന അഹ്ലുസുന്നക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. ഫഇദാ അജസു അൻ ഇൽഹാരിൽ അദാവതി ലഹും സഖതൽ അംറു ബിഫിഅലി ഹാദിഹിൽ ഹസന, അതുകൊണ്ട് എന്ത് ചെയ്യും? അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് അവരിൽ നിന്ന് ആ കാര്യം ഒഴിവായി പോകും. വകാന മുദാറാത്തുഹും ഫീഹി ദഫ് അൽ-ളററി അനിൽ മുഅ്മിനിൽ ലഈഫ്, എന്തിനാണ് നമ്മൾ മുദാറാത്ത് ചെയ്യുന്നത്? അവരോട് മുദാറാത്ത് വെച്ച് പുലർത്തുന്നുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ദുർബലരായ കുറേ മുഅ്മിനീങ്ങളുണ്ട്, അവർക്കെതിരെ വരുന്ന ശത്രുത എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? തടയാൻ വേണ്ടിയിട്ടാണ്. വലഅല്ലഹു അൻ യകൂന ഫീ തഅലീഫുൽ ഫാജിരിൽ ഖവി, വളരെ ശക്തവാനായ ഫാജിർ തെമ്മാടിയായ ആൾക്കാരാണ് ഈ അഹ്ലുൽ ബിദഅയിൻ്റെ ആളുകൾ. അവർക്ക് ചിലപ്പോൾ എന്ത് തോന്നും? ഒരു തഅലീഫ് ഉണ്ടാകും, ഒരു ഇണക്കുണ്ടാകും, ഒരു പാവപ്പെട്ട ആൾക്കാരല്ലേ എന്നൊരു ഇണക്കം ചെയ്യും ഉണ്ടാകും. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്ന വളരെ പ്രസക്തമായ ഭാഗമാണ്, വളരെ ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു വിഷയമാണ്. വകദാലിക ലമ്മാ കസുറൽ ഖദ്റു ഫി അഹ്ലിൽ ബസറ, ബസറയിൽ എന്ത് ചെയ്തു? ഖദ്രിയാക്കൾ വർദ്ധിച്ചു വന്നു എന്നാണ്. ഖദ്രിയാക്കൾ വർദ്ധിച്ചു വന്നപ്പോൾ ഈ ഖദ്രിയാക്കളിലാണ് എന്തുള്ളത്? ഇൽമും സുന്നത്തും ഒക്കെ ആരുടെ അടുക്കലാണ്? ഖദ്രിയാക്കളുടെ അടുക്കലാണ്. അപ്പോൾ ഷെയ്ഖ് പറയാൻ, ഫലൗ തുരിക റിവായത്തുൽ ഹദീസ് അൻഹും, അവരിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ലൻ ദറസൽ ഇൽമ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും, സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകും, സംരക്ഷിക്കപ്പെട്ട ആസാറുകൾ നഷ്ടപ്പെട്ടു പോകും. ഫഇദാ തഅദ്ദറ ഇഖാമത്തുൽ വാജിബാതി മിനൽ ഇൽമി വൽ ജിഹാദി വഗൈരി ദാലിക ഇല്ലാ ബിമൻ ഫീഹി ബിദ്അ മദറത്തുഹാ ദൂന മദറത്തി തർക്കി ദാലിക്കൽ വാജിബ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇവരോട് ശത്രുത വെച്ച് പുലർത്തുക എന്നുള്ളത് എന്ത് നഷ്ടപ്പെടുത്തും? ഇൽമ നഷ്ടപ്പെടുത്തും, സുന്നത്ത് നഷ്ടപ്പെടുത്തും. അപ്പോൾ ശത്രുത വെച്ച് പുലർത്തുക എന്നതൊരു തിന്മയാണ്, എന്നാൽ അതോടൊപ്പം ഇവരിൽ നിന്ന് ഉദ്ധരിക്കുക എന്നുള്ളത് എന്താണ്? ഒരു തിന്മയാണ്. അപ്പോൾ ഇവിടെ ഏതൊഴിവാക്കിയാലാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാവുക? ഇൽമ ഒഴിവാക്കിയാലാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാവുക. ഇവരോട് ശത്രുത വെച്ച് പുലർത്തിയിട്ട് ഇൽമ ഒഴിവാക്കിയാൽ വലിയ നഷ്ടമാണ് മുസ്ലിം ഉമ്മത്തിന്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവിടെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് കാന തഹ്സീലു മസ്ലഹത്തിൽ വാജിബി മഅ മഫ്സദത്തിൻ മർജൂഹത്തിൻ മഅഹു ഖൈറൻ മിനൽ അക്സ്, ഏറ്റവും ഖൈർ എന്താ? അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കലാണ്, അവരിൽ നിന്ന് അറിവ് ഉദ്ധരിക്കലാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പരിഗണിക്കണം നമ്മൾ? മസ്ലഹത്തും മഫ്സദത്തും പരിഗണിക്കണം. അപ്പോൾ ഒരാൾ അഹ്ലുൽ ബിദഅയിനോട് നല്ല രൂപത്തിൽ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് എന്തിന് വകുപ്പില്ല? ഓൻ ചെയ്തത് തെറ്റാണ് എന്ന് നേരിട്ട് പറയാൻ നമുക്ക് വകുപ്പില്ല. മസ്ലഹത്ത് എന്ത് ചെയ്യണം? അവിടെ പരിഗണിക്കണം. മസ്ലഹത്ത് പരിഗണിക്കുക എന്ന് പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഖുവ്വത്തും ലഅഫുമാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഖുവ്വത്തും ലഅഫും ഷെയ്ഖ് സുഹൈമി ഹഫിളുല്ലാഹ് തന്നെ പറയുന്നുണ്ട്, എന്താ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥ തന്നെ എന്ത് ചെയ്യുന്നതാണ്? സുന്നത്തിൽ നിന്ന് അതിവിദൂരാണ്. പിന്നെ അവിശ്വാസികളുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ അവസ്ഥ പറയേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഷെയ്ഖ് സ്വാലിഹ് സുഹൈമി ഹഫിളുല്ലാഹ് ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷിഅറാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം കൊടുക്കുന്നത്, കവിതാ ശകലങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആകത്തുകയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഷിഅറിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയാൻ, വഅഖ്തിമു ഹാദിഹിൻ നസീഹ അല്ലതി ഉവജ്ജിഹുഹ ഇലൽ മുസ്ലിമീന കാഫ, മൊത്തം മുസ്ലിമീങ്ങൾക്കായിട്ടുള്ള എൻ്റെ ഈ നസീഹത്ത് ഞാൻ എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. ഈ നസീഹത്ത് പ്രത്യേകമായിട്ടും മതവിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രചിച്ചിട്ടുള്ളത്. ഇത് ഞാൻ അവസാനിപ്പിക്കുന്നത് ഷിഅറിലൂടെയാണ്. പക്ഷേ ഞാൻ അത്ര വലിയ ഷായിറൊന്നുമല്ല, എന്നാലും ഞാൻ എന്ത് ചെയ്യാണ്? കുറച്ച് ഷിഅറൊക്കെ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളെന്ത് ചെയ്യണം?
മതവിദ്യാർത്ഥികൾ പരസ്പരം തമ്മിലുള്ള പോരടിക്കലും കോപം വെച്ച് പുലർത്തലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതും ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ നീണ്ട ഒരു ഷിഅർ കൊടുക്കുകയാണ്. അവസാനം അദ്ദേഹം നമ്മുടെ സ്വാലിഹായ കർമ്മങ്ങളും മറ്റുമൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആകത്തുക എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പുസ്തകം നമ്മൾ ഒരിക്കൽ വായിച്ച് നിർത്തേണ്ട ഒരു പുസ്തകമല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാകുന്നത്. കാരണം വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട ഒരുപാട് ഗുണകരമായ ഉപദേശങ്ങളാണ് ഷെയ്ഖ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരേ മനഹജിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാതെ ഐക്യത്തിനു വേണ്ടി പോരാടുന്ന ആളുകളായി നമ്മെ ഓരോരുത്തരും അല്ലാഹു മാറ്റുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.